പറഞ്ഞട്ടെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ? റോഷ്നി മിസ് കേൾക്കുന്നുണ്ടോ? ആ, എന്താ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്? ലാപ്ലേസ് വെച്ചിട്ട് ചെയ്യണ്ടേ? ലാപ്ലേസ് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുന്നതായിരുന്നു? ഹാർമോണിക്ക ആണോ? ഹാർമോണിക് ആണോന്ന് കണ്ടുപിടിച്ചു. പിന്നെയോ, നമ്മൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലല്ലേ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായത്? ഒരു എയും ബിയും കണ്ടുപിടിച്ചിട്ട് ഇനി അതിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ചെക്ക് ചെയ്യുന്നില്ലേനോ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്? ഓർമ്മയില്ല എല്ലാരിക്കും? അപ്പൊ എന്തായാലും നമുക്ക് ലാസ്റ്റ് ക്ലാസ് ഒന്നും കൂടി റീകോൾ ചെയ്ത് തരാം. നിങ്ങൾ നോക്കിയാട്ടെ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? Determine A and B such that the given function is harmonic and find the harmonic conjugate u is equal to ax cube plus by cube. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുണ്ടായത്? ഒരു എയും ബിയും കണ്ടുപിടിക്കണം. തന്ന യുവിൻ്റെ അകത്തുള്ള ആ എയും ബിയും എന്നിട്ട് റീപ്ലേസ് ചെയ്തതിന് ശേഷം ആ യുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഹാർമോണിക് കോഞ്ചുഗേറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടത്. അപ്പം നമ്മൾ എന്തെല്ലായിരുന്നു ഒന്ന് ചെയ്തിട്ടുണ്ടായത്? ആദ്യം നമ്മളെ ഫംഗ്ഷൻ ഹാർമോണിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ, നമ്മളെ ലാപ്ലേസ് ഇക്വേഷൻ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 ഹോൾഡ് യു എന്ന് പറഞ്ഞു. അപ്പം അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എടുത്തത്? ആദ്യം യു എക്സ് കണ്ടു, പിന്നെ യു എക്സ് എക്സ് കണ്ടു, അതിനുശേഷം എന്താ കണ്ടത്? യു വൈ കണ്ടു, യു വൈ വൈ കണ്ടു, ലാസ്റ്റ് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന്. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ലാസ്റ്റ് എയും ബിയും എന്താന്ന് കണ്ടുപിടിച്ചു. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കിട്ടിയ ആ ഒരു എയും ബിയും നമ്മൾ യു എന്ന് പറയുന്ന ആ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ആ ഇക്വേഷൻ, അതായത് ഈ മുകളിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന ഭാഗത്തെ ആ യുവിൻ്റെ അകത്ത് എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആ യുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്താന്ന് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ നോക്കിയാട്ടെ, ഹാർമോണിക് കോഞ്ചുഗേറ്റിന്റെ ഡെഫിനിഷൻ എന്താ പറയുന്നത്? ഇഫ് two harmonic function u and v satisfy the CR equation in a domain D, then they are real and imaginary part of an analytic function f in D. Then v is said to be the harmonic conjugate of the function u in D. അതായത് നമ്മളെ ഫംഗ്ഷൻ എഫ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലറ്റിക് ആണെങ്കിൽ അതിൻ്റെ യുയും വിയും എന്തായിരിക്കും? മസ്റ്റായിട്ട് ഹാർമോണിക് ആയിരിക്കും. പിന്നെയോ, അങ്ങനെയാണെങ്കിൽ ആ വീനെ നമ്മൾ എന്ത് പറയുന്നത്? ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് യു എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അപ്പോൾ ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇത്രയും ക്ലിയർ അല്ലേ എല്ലായിരിക്കും? ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ. ഈ പറഞ്ഞ അത്രയും ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ അത്രയും ക്ലിയർ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായതാണ്. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ആദ്യം നമ്മൾ ആ ഒരു ഇക്വേഷൻ, ലാപ്ലേസ് ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് യുയും വിയും കണ്ടുപിടിക്കുന്നത് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായതാണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്ന് കമൻറ്റ് ചെയ്യടോ നിങ്ങൾ. ഓക്കെ, ഇനിയാ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് കിട്ടിയ ആ യുയും വിയും ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത് ഇതാ, ഈ എ ഇസ് ഈക്വൽ ടു വൈയും ബി ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്നും പറഞ്ഞ ഈ ഒരു വാല്യൂ നമുക്ക് തന്ന ആ ഒരു യുവിൻ്റെ അകത്ത് എനും ബിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. അപ്പൊ എക്ക് പകരം വൈ വരുമ്പോൾ എന്താ സംഭവിക്കുക? വൈ എക്സ് ക്യൂബ് വരും. പിന്നെയോ ബിക്ക് പകരം മൈനസ് എക്സ് കൊടുക്കുമ്പോൾ മൈനസ് എക്സ് ഇൻറ്റു വൈ ക്യൂബ് എന്ന് കിട്ടും. അപ്പൊ നമ്മളെ ഇപ്പോഴത്തെ ആ യു എന്ന് പറഞ്ഞ് എന്തായി മാറി? വൈ എക്സ് ക്യൂബ് മൈനസ് എക്സ് വൈ ക്യൂബ്. അപ്പം ഇനി ഈ യുവിൻ്റെ ആണ് എന്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ യുവിൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഇത് ഹാർമോണിക് ആയതുകൊണ്ട് തന്നെ ഇതൊരു അനലിറ്റിക് ഫംഗ്ഷന്റെ റിയൽ പാർട്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിലോ എന്തായിരിക്കും? എന്ത് ഹോൾഡ് ചെയ്യും? നമ്മളെ സി ആർ ഇക്വേഷൻ ഹോൾഡ് ചെയ്യും. അപ്പൊ സി ആർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഈ ഒരു ഫംഗ്ഷന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, നമുക്ക് ഇപ്പോൾ ഉള്ള യു എന്ന് പറഞ്ഞ എന്താ? ഇതാണ് വൈ എക്സ് ക്യൂബ് മൈനസ് എക്സ് വൈ ക്യൂബ്. ഇനി നമുക്ക് തന്ന ഈ യുവിൻ്റെ അകത്ത് വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ യു എക്സും യു വൈയും ആദ്യം കണ്ടുപിടിച്ച് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ യു എക്സ് നിങ്ങൾ നോക്കിയാട്ടെ, യു എക്സ് ഇസ് ഈക്വൽ ടു എന്താ വന്നത്? ഇവിടെ എക്സ് ക്യൂബിൻ്റെ ടേം ഉണ്ട്. അപ്പോൾ എന്ത് വരും? എക്സ് ക്യൂബിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം 3x² വരും. പിന്നെയോ ഇവിടെ ഒരു വൈ കോമൺ ആയിട്ടുണ്ട്, അതെന്ത് ചെയ്യും? ഇതിൻ്റെ കൂടെ തന്നെ വരും. പിന്നെയോ
അടുത്ത നോക്കിയാട്ടെ, ഇവിടെ എക്സിന്റെ ടേം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം എന്താ അവിടെ ജസ്റ്റ് 1 ആയിട്ട് മാറും. 1 × y³ എന്ന് പറയുന്നത് y³ തന്നെ. അപ്പോൾ നമുക്ക് ux എന്ന് പറയുന്നത് 3x² y - y³ എന്ന് കിട്ടി. ഇനിയോ നമുക്ക് എന്തുകൂടി കണ്ടുപിടിക്കണം? uy കണ്ടുപിടിക്കണം. uy എങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മൾ തന്ന ഈ ഒരു യുനെ വിത്ത് റെസ്പെക്ട് ടു y വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. നോക്കിയാട്ടെ, ഈ ആദ്യത്തെ ഭാഗത്ത് ഇവിടെയാണ് y ഉള്ളത്. അതിനാ വിത്ത് റെസ്പെക്ട് ടു y വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം എന്തായി മാറും? ജസ്റ്റ് x³ മാത്രം വരും. പിന്നെയോ ഇവിടെ y³ ഉള്ളത്. y³ എന്ന് പറയുമ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? -3 × y² വരും. കാരണം ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ താഴെ ഈ ഭാഗത്തൊരു മൈനസ് വന്നത്. അപ്പൊ നമ്മളെ uy എന്ന് പറഞ്ഞത് x³ - 3xy² ആണെന്നും കിട്ടി. ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? തന്ന യുവിൻ്റെ അകത്ത് ux ഉം uy ഉം കണ്ടുപിടിക്കുന്നത് ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്തറിയാം? ux എന്ന് പറയുന്നത് vy ആണെന്നറിയാം, uy എന്ന് പറയുന്നത് -vx ആണെന്നറിയാം. എന്ത് പ്രകാരം? നമ്മളെ CR ഇക്വേഷൻ പ്രകാരം. ഈ CR ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാൻ കാരണം എന്താ? നമുക്ക് കിട്ടിയ ഈ ഒരു ഫംഗ്ഷൻ u എന്ന് പറയുന്നത് ഹാർമോണിക് ആണ്. അതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും? മസ്റ്റ് ആയിട്ട് അത് ഒരു അനലിറ്റിക് ഫംഗ്ഷന്റെ റിയൽ പാർട്ടായിരിക്കും. അപ്പം അനലിറ്റിക് ഫംഗ്ഷന് റിയൽ പാർട്ട് ഉണ്ടെങ്കിൽ ഓൾറെഡി എന്തുണ്ടാവും? ഇമാജിനറി പാർട്ട് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്ത് ഹോൾഡ് ചെയ്യും? നമ്മളെ ഈ CR ഇക്വേഷൻ ഹോൾഡ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ CR ഇക്വേഷൻ വെച്ചിട്ട് ബാക്കി പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ഇക്വേഷൻ പ്രകാരം ux എന്ന് പറയുന്നത് vyക്ക് ഈക്വൽ ആണ്. അതുപോലെ തന്നെ uy എന്ന് പറയുന്നത് -vx നും ഈക്വൽ ആണ്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ux എന്ന് പറയുന്ന ഈ ഒരു വാല്യൂന എന്തിനോട് ഇക്വേറ്റ് ചെയ്യുക? vyനോട് ഇക്വേറ്റ് ചെയ്യുക. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ലേ, നോക്കിയാട്ടെ. vy = 3x² y - y³. അപ്പം നമുക്ക് vy എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. vy കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മളെ v ആ കണ്ടുപിടിക്കേണ്ടത്. v ആണ് എന്ത്? ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് u എന്ന് പറയുന്നത്. അപ്പൊ v കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇതെന്താണ്? ജസ്റ്റ് ഒന്ന് വിത്ത് റെസ്പെക്ട് ടു y വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത ഫോം ആണെന്ന്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു y വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ v ആക്കാൻ വേണ്ടിയിട്ട് വിത്ത് റെസ്പെക്ട് ടു y വെച്ചിട്ടൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം v = എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് കിട്ടും. ഇനി റൈറ്റ് സൈഡ് എന്താവുക? ഇവിടെ എല്ലാം വൈൻ്റെ ടേം ഉണ്ട്. ഇതാ ഇവിടെ ഒരു വൈൻ്റെ ടേം ഉണ്ട്, പിന്നെയോ ഇവിടെ ഒരു വൈൻ്റെ ടേം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഭാഗവും വിത്ത് റെസ്പെക്ട് ടു y വെച്ചിട്ടൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നിങ്ങൾ നോക്കിയാട്ടെ, 3x² അങ്ങനെ താഴത്തേക്ക് എഴുതി. കാരണം എന്താ? ഇതിൻ്റെ അകത്ത് എക്സിന്റെ ടേംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് മാറ്റി എഴുതാൻ പറ്റും. പിന്നെയോ വിത്ത് റെസ്പെക്ട് ടു y വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇതിനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പം y എന്ന് പറഞ്ഞ എന്താ? അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് y²/2 ആയി മാറും. പിന്നെയോ മൈനസ് ഇവിടെ എന്താ ഉള്ളത്? y³ ഉള്ളത്. y³ ഉള്ളത് കൊണ്ട് എന്താ? y³ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് y⁴/4 എന്ന് വരും. പ്ലസ് പിന്നെ എന്ത് വരും? നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫംഗ്ഷനായിട്ട് എന്താ കിട്ടുക? φ(x), അതായത് എക്സിൻ്റെ ഫോമുള്ള ഒരു ഫംഗ്ഷനായിട്ടാണ് നമ്മളെ ഇൻ്റഗ്രൻ്റ് കോൺസ്റ്റൻറ്റ് കിട്ടുന്നത്. അതിനെയും ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്ത് വെച്ചു. അപ്പം നിങ്ങൾ നോക്കിയാട്ടെ, എനിക്ക് കിട്ടേണ്ട v എന്ന് പറയുന്നത് ഈ ഒരു ഫോമിൽ ഉണ്ടാവുക. v = 3x² y² / 2 - y⁴ / 4 + φ(x). അപ്പം ഈ φ(x)ന്റെ കൂടി വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിൻ്റെ ഫോം പൂർത്തിയാവും. അപ്പം ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ φ(x)ന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഈ സ്റ്റാർ എന്ന് പറയുന്ന ഇക്വേഷൻ്റെ അകത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാർമോണിക് കോൺജുഗേറ്റ് v കിട്ടും. അപ്പം ഇനി നമുക്ക് ആകെ യൂസ് ചെയ്യാനുള്ള അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? vy എന്ന് പറയുന്നത് -vx ഈക്വൽ ആണെന്നില്ല ആ ഒരു എന്താ ഫോമുലയും കൂടി നമുക്ക് നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പം അതിനു വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമുക്ക് ഇപ്പം vyനെ വിത്ത് റെസ്പെക്ട് ടു y വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത ഫോമായ ഈ സ്റ്റാറിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം എന്താക്കി മാറ്റും? vx ആക്കി മാറ്റും. കാരണം നമുക്ക് vxൻ്റെ ഫോമുള്ള ഒരു ഇക്വേഷനാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് എന്താ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി vxൻ്റെ ടേമിലേക്ക് നമുക്ക് കിട്ടിയ vനെ മാറ്റുന്നത്. അപ്പം നിങ്ങൾ നോക്കിയാട്ടെ, vx എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ വരും. ഇനി റൈറ്റ് സൈഡിൽ എന്താ വരുന്നത്? 3
എക്സ് സ്ക്വയറിന്റെ ടേമിലാണ് എന്തുള്ളത്, എക്സ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, എക്സ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക നമുക്ക്, എക്സ് സ്ക്വയർ അതിനെ 2x ആയിട്ട് മാറും. അപ്പോൾ ആ 2ഉം ഇവിടുത്തെ 3യും കൂടി 6 ആയിട്ട് മാറും. പിന്നെയോ ബാക്കിയെ എക്സ് അങ്ങനെ എഴുതുക, പിന്നെ വൈ സ്ക്വയർ അങ്ങനെ എഴുതുക, വൈ സ്ക്വയറിന്റെ ഡിവൈഡഡ് ബൈ 2 അങ്ങനെ തന്നെ എഴുതുക. പിന്നെയോ ഇവിടെ നോക്കിയാട്ടെ നിങ്ങൾ, വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എന്തില്ല, എക്സിന്റെ ടേംസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം 0 ആയിട്ട് മാറും. പിന്നെയോ ഫൈ ഓഫ് എക്സ് ആണ്. ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എക്സിന്റെ ടേമുള്ള ഫംഗ്ഷൻ ആണ് നമ്മളെ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പം ഫൈ ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഫൈ ഡാഷ് ഓഫ് എക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്ത് വെച്ചു. അപ്പൊ നമുക്കിപ്പോൾ എന്താ കിട്ടിയേ, വി എക്സ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഈ 6നെയും 2നെയും ഒന്ന് ഡിവൈഡ് ചെയ്ത് വിടുമ്പം 3xy² പ്ലസ് 5 എന്ന് കിട്ടും. ഇത് നമ്മളെ എന്തിനോട് ഈക്വൽ ആണ്, നമുക്ക് കിട്ടിയ ഈ യു വൈ നെഗറ്റീവ് ഓഫ് യു വൈക്ക് ഈക്വൽ ആണ്. കാരണം യു വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് വി എക്സിനോട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ വി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നെഗറ്റീവ് യു വൈനോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടിയ യു വൈനെ ജസ്റ്റ് ത്രൂ ഔട്ട് ഒരു നെഗറ്റീവ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്താ കിട്ടുക നോക്കിയാട്ടെ, നമ്മളെ യു വൈ എന്ന് പറയുന്നത് ഇതാ മോൾ ഭാഗത്തുണ്ട്. ഇതാ ഞാനൊരു നെഗറ്റീവ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നെഗറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 3xy² എന്ന് വരും. അപ്പൊ ആ നെഗറ്റീവ് ഒന്ന് ബ്രാക്കറ്റിന് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക, 3xy² മൈനസ് x³ എന്ന് കിട്ടും. ഇതാണ് നമ്മൾ എന്ത്, വി എക്സ്. ഏതിൻ്റെ അകത്ത്, നമുക്ക് തന്ന യു വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആ ഒരു വി എക്സ് ആണിത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കമ്പയർ ചെയ്യുക. ഏതൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, നമുക്കുള്ള വി എക്സും പിന്നെയോ ഇതാ ഈ ഒരു ഇക്വേഷനും, എവിടെ ഇതാ ഈ ഒരു ഇക്വേഷനും കൂടി ഒന്ന് കമ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ 3xy² ഉണ്ട്, ഇവിടെയും 3xy² ഉണ്ട്. ബാക്കി എന്താ ഉള്ളത്, ഇവിടെ ഒരു 5 ഓഫ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് x³ ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഈ 5 ഓഫ് എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും, മൈനസ് x³ ഈക്വൽ ആയിരിക്കും എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 5 ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് x³ എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 5 ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ടൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് 5 ഓഫ് എക്സ് ആയിട്ട് കിട്ടി. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് മൈനസ് x⁴ ഡിവൈഡഡ് ബൈ 4. കാരണം x³ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് x⁴ ഡിവൈഡഡ് ബൈ 4 ആണ്. പിന്നെയോ നമ്മൾ ഇൻ്റഗ്രൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സിയും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 5 ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് x⁴ ഡിവൈഡഡ് ബൈ 4 പ്ലസ് സി എന്ന് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ഓഫ് എക്സ് കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാറിൻ്റെ അകത്തേക്ക് ഒന്ന് എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റാറിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം എന്താ കിട്ടിയ നമുക്ക്, വി ഈസ് ഈക്വൽ ടു ഇതാ 3xy² ഡിവൈഡഡ് ബൈ 2 മൈനസ് y⁴/4. പിന്നെയോ നമുക്ക് കിട്ടിയ മൈനസ് x⁴/4 പ്ലസ് സി എന്ന് പറയുന്നത് കൂടി ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മളെ വി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി നമുക്ക്, വി ഈസ് ഈക്വൽ ടു 3x² ഡിവൈഡഡ് ബൈ 2 മൈനസ് y⁴/4 മൈനസ് x⁴/4 പ്ലസ് സി എന്ന് കിട്ടി. ഇതാണ് നമുക്ക് തന്ന ആ ഒരു യുവിൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയിനോ ഈ ഒരു പ്രോബ്ലം ചെയ്തത്? ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ നിങ്ങൾ, ക്ലിയർ ആയിനോ അല്ലയോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യേ, ക്ലിയർ ആയിനോ അല്ലയോ എന്ന്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയെന്ന് എനിക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. 4 കുട്ടിക്ക് മാത്രമേ ക്ലിയർ ആയിട്ടുള്ളൂ, ബാക്കി ആർക്കും ക്ലിയർ ആയിട്ടില്ല? ബോയ്സിനായിരിക്കും ക്ലിയർ ആയിട്ടില്ലേ, ഒന്ന് പറയടോ നിങ്ങൾ. ബോയ്സ് എത്ര ബോയ്സ് ഉണ്ട്? ഡൊമിനിക്, അശ്വിൻ, ഷാരോൺ, വിഷ്ണു, വൈഷ്ണവ്. നിങ്ങളിതെന്താ ഒന്നും പറയാത്തെ? ഞാൻ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കൽ തുടങ്ങണം. എന്താ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയി എന്ന് പറയും, എന്നാൽ മാത്രമേ അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പറ്റൂ. അതാ നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സാം എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ സീരീസ് ടെസ്റ്റ്? സീരീസ് എക്സാം എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് പറയടോ നിങ്ങൾ.
നല്ലതേനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിനോ, പഠിപ്പിക്കാത്ത എന്തെങ്കിലും വന്നിനോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിനോ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങള്. എക്സാം ഉണ്ടായിനോ ഒന്ന് പറയേ. കുഴപ്പമില്ല, എല്ലാർക്കും അങ്ങനെ തന്നെയാ? എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റീനോ? ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ലേ? പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ഈ ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്ത് പോയതിന് ശേഷം ബാക്കി എക്സ്ട്രാ പ്രോബ്ലംസ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ നമ്മൾ ഒരു 2-3 പ്രോബ്ലം എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ഞാൻ കുറച്ച് ഹോംവർക്ക് തരും നിങ്ങൾക്ക്. ആ ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നമുക്ക് ആ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തന്നെ ഇനി ഈ മോഡ്യൂൾസ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം, അതായത് ഈ മോഡ്യൂൾ വേഗത്തിൽ തീരാൻ സാധ്യതയുണ്ട്. ഒരു 4-3 ക്ലാസ് കൊണ്ട് ഈ ഒരു 3rd മോഡ്യൂൾ കഴിയും. അതിനുശേഷം നമുക്ക് ആ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. പക്ഷെ തന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയതിന് ശേഷം മാത്രമേ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതൊന്ന് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു എന്താ പറയുക പ്രോബ്ലംസ് ആയിട്ട് കുറച്ച് മിങ്കിളായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഹാർമോണിക് കോഞ്ചുഗേറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇത് എന്തായാലും എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുന്നതിന്റെ പല വേർഷനാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. പിന്നെ ഒരു യു തന്നിട്ട് അത് ഹാർമോണിക് ആണോ എന്ന് ചോദിക്കും. ആണെങ്കിൽ അതിന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. പിന്നെ എങ്ങനെയാ ചോദിച്ചിട്ടുണ്ടായത്, പിന്നെ ഒരു യു തരും. ആ യുവിൻ്റെ അകത്ത് വേരിയബിൾ ആയിട്ട് എയും ബി എല്ലാം ഉണ്ടാവും. അതാദ്യം നമ്മൾ ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷമാണ് എന്ത് പറയേണ്ടത്, ആ ഒരു യുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള 3 ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇനി എന്താണ്, ഇനി അടുത്ത സെക്ഷൻ ആണ് ഒരു കൺഫോമൽ മാപ്പിംഗ് എന്നാണ് അടുത്ത സെക്ഷന്റെ പേര്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. കൺഫോമൽ മാപ്പിംഗ് സിമ്പിൾ ആണ്. നിങ്ങൾ എന്താ പറയാ ഒന്ന് ഇമാജിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന കാര്യമാണ് കൺഫോമൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സെക്ഷൻ്റെ അകത്തേക്ക് കടക്കാം. കൺഫോമൽ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയാട്ടെ. Conformal mapping. A mapping f of z is called conformal if it preserves angle between oriented curves in magnitude and direction. അതായത് നമുക്ക് ഒരു മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ. നമ്മൾ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഒമേഗ എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു സാധനത്തിന് തന്നെയാണ് മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്നതും. അപ്പം ഈ മാപ്പ് കൺഫോമലാന്ന് പറയണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തുണ്ട്, കോംപ്ലക്സ് പ്ലെയിനിൻ്റെ അകത്ത് ഒരു സെഡ് പ്ലെയിനും ഉണ്ടായിന്, ഒരു ഡബ്ല്യു പ്ലെയിനും ഉണ്ടായിന്. അപ്പം സെഡ് പ്ലെയിനിൻ്റെ അകത്ത് നിന്ന് ഡബ്ല്യു പ്ലെയിനിൻ്റെ അകത്തേക്ക് പോകുന്ന ആ ഒരു ഫങ്ഷനാണ് നമ്മൾ കൺഫോമൽ ആണോ അല്ലയോ എന്ന് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മാപ്പിംഗ് കൺഫോമൽ ആവണമെങ്കിൽ സെഡ് പ്ലെയിനിൽ എന്താണോ ഉള്ളത് അതിൻ്റെ എക്സാക്റ്റ് കോപ്പി തന്നെ ആയിരിക്കണം നമുക്ക് എന്തിൽ കിട്ടേണ്ടത്, ഡബ്ല്യു പ്ലെയിനിൽ കിട്ടേണ്ടത്. അതായത് നമ്മൾ സെഡ് പ്ലെയിനിൻ്റെ അകത്ത് ഒരു എന്താ പറയുക സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതേ സർക്കിൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആംഗിളും എല്ലാം പ്രിസർവ് ചെയ്യുന്ന ടൈപ്പുള്ള വേറൊരു സർക്കിൾ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക, നമ്മളെ ഈ ഡബ്ല്യു പ്ലെയിനിൽ കിട്ടുക. നിങ്ങൾക്ക് അത് കുറേ പിക്ചർ വരയ്ക്കുമ്പോൾ ക്ലിയർ ആവും. നമുക്കിപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു ഡെഫിനീഷനും എപ്പോഴെല്ലാം ഏതൊക്കെ പോയിന്റുകളിലാണ് ഓരോരോ ഫങ്ഷൻസ് കൺഫോമൽ ആകുന്നതും കൂടി ഇന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഇതാ നോക്കിയട്ടെ, ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഇവിടെ എന്താ, 2 ലൈൻസ് ആണ്, സോറി 2 കേർവ്സ് ആണ്. ഇത് C1ഉം C2ഉം. അപ്പം അതിൻ്റെ നടുക്കുള്ള ആ ഒരു C1ഉം C2നും നടുക്കുള്ള ആ ഒരു ആംഗിളിനെയാണ് ഞാനിവിടെ തീറ്റ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തത്. അത് ഇവിടെയാണ് ഉള്ളത്, സെഡ് പ്ലെയിനിലാണ് ഉള്ളത്. അപ്പം ഈ ഒരു C1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെ ഡബ്ല്യു പ്ലെയിനിൽ കിട്ടുന്ന ആ ഒരു കേർവാണ് C1 സ്റ്റാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ C2 എന്ന് പറയുന്ന ഈ ഒരു കേർവിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ആ ഒരു കേർവാണ് നമ്മളെ C2 സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ ഈ C1 സ്റ്റാറിനും C2 സ്റ്റാറിനും നടുക്കുള്ള ഈ ഒരു ആംഗിളും എന്ത് തന്നെയാണ്, തീറ്റ തന്നെയാണ്. അതായത് സെഡ് പ്ലെയിനിൽ നമുക്ക് 2 കേർവ്സിന്റെ ബിറ്റ്വീൻ ആയിട്ട് കിട്ടുന്ന ആംഗിള് ഇവിടെയും സെഡ് പ്ലെയിൻ്റെ അകത്തും എന്ത് തന്നെയാണ്, ഈക്വൽ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ ആംഗിൾ പ്രിസർവ് ചെയ്യുന്നതെന്ന് ഒന്നുമില്ല, ജസ്റ്റ് ഏതാണോ നമുക്ക് ഫിഗർ സെഡ് പ്ലെയിനിലുള്ളത് അത് തന്നെ ഒരു വ്യത്യാസവും ഇല്ലാണ്ട് നമുക്ക് ഡബ്ല്യു പ്ലെയിനിലും കിട്ടും.
ഇപ്പം ജസ്റ്റ് ഇങ്ങനെയുള്ള കേസ് പറയുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ രണ്ട് കേവ്സ് എല്ലാം വരച്ചു നോക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ പോയിന്റ്സുകൾ ഇൻസേർട്ട് ചെയ്ത് നോക്കിയിട്ട് ഓരോ പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം അതൊന്ന് എന്താ പറയാ ജോയിൻ ചെയ്ത് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. പക്ഷെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻസ് എല്ലാം നമ്മൾ റേസ് ടു സെഡും അങ്ങനത്തെ എല്ലാം വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൺഫോർമാലിറ്റി പറയുന്നത്, കൺഫോർമാലിറ്റിനെ കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് സെഡ് പ്ലെയിൻ ഡബ്ല്യു പ്ലെയിനിലേക്ക് മൂവ് ചെയ്യിക്കുന്നതെന്നെല്ലാം കുറച്ച് എന്താ പറയാ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്കിപ്പം ഈ ഒരു ക്ലാസ്സിൽ എന്താ പഠിക്കുന്നത്, ഒരു കൺഫോമൽ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെയോ കൺഫോർമാലിറ്റി എങ്ങനെയാണ് അനലിറ്റിക് ഫങ്ഷൻസിൻ്റെ അകത്ത് പറയുന്നത്, ഏതൊക്കെ പോയിന്റിലാണ് നമ്മൾ കൺഫോർമാലിറ്റി പറയുന്നത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺഫോമൽ മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിളും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പ്രിസർവ് ചെയ്യുന്ന ടൈപ്പുള്ള മാപ്പിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺഫോമൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഇതാ താഴെ ഞാൻ കൺഫോർമാലിറ്റി ഓഫ് മാപ്പിംഗ് ബൈ അനലിറ്റിക് ഫങ്ഷൻസ് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ പറയുന്നത് നോക്കിയാട്ടെ, ദ മാപ്പിംഗ് ഒമേഗ ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ്, ഒമേഗ എന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ ഡബ്ല്യു എന്നും പറയും, ഏതായാലും നിങ്ങളെ ആ ഒരു എന്താ പറയുക യൂസ് ചെയ്യുന്ന ഇതുപോലെ ഇരിക്കും. ഒമേഗ ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് ബൈ എൻ അനലിറ്റിക് ഫങ്ഷൻ എഫ് ഈസ് കൺഫോമൽ എക്സെപ്റ്റ് അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്. അതായത് നമുക്ക് തരുന്ന ആ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് കൺഫോമൽ ആവുന്നത് എവിടെയാണ്, ക്രിട്ടിക്കൽ പോയിന്റ് അല്ലാത്ത പോയിന്റുകളിലാണ്. അതായത് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ദ പോയിന്റ്സ് അറ്റ് വിച്ച് ദ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഈസ് സീറോ. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്ക് തന്ന ഫംഗ്ഷനാ വിത്ത് റെസ്പെക്ട് ടു ഏതാണെന്ന് വെച്ചിട്ട് ഡെറിവേറ്റീവ് എടുക്കുക, സെഡ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആ ഒരു എഫ് ഡാഷിനെ നമ്മൾ സീറോനോട് ഇക്വേറ്റ് ചെയ്യുമ്പം സീറോ കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു പോയിന്റുകളെല്ലാം എന്താണ്, കൺഫോമൽ അല്ലാത്ത പോയിന്റുകളാണ്. എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു സീറോ ആകുന്ന പോയിന്റുകളാണ് നമ്മൾ എന്ത്, കൺഫോമൽ പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം, നമ്മളെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺഫോമൽ ആവുന്നത് എവിടെയാണ്, എഫ് ഡാഷ് ഓഫ് സെഡുകൾ നോട്ട് ഈക്വൽ ടു സീറോ ആകുന്ന പോയിന്റുകളിലും, പിന്നെയോ കൺഫോമൽ അല്ലാത്തത് എവിടെയാണ്, എഫ് ഡാഷ് എന്ന് പറയുന്നത് ഈക്വൽ ടു സീറോ ആകുന്ന പോയിന്റുകളിലും ആയിരിക്കും. ക്ലിയർ ആണോ ഈ ഒരു ഡെഫിനേഷൻ പറഞ്ഞത്? കൺഫോമൽ മാപ്പിംഗ് എന്താ, കൺഫോമൽ പോയിന്റുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്തട്ടെ നിങ്ങൾ. ഒന്നും കൂടി പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യും നിങ്ങൾ. എന്തായാലും കമന്റ് ചെയ്തോ, ഒന്നുകൂടി പറയേണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അതല്ല ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയി എന്ന് പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഇത്ര കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താ, നമ്മളെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സാധാരണ റിയൽ കേസിലെ പോലെ തന്നെ ഈ കോംപ്ലക്സിന്റെ കേസിൽ എന്താ, ഒരു സെഡ് പ്ലെയിനും ഉണ്ട്, ഒരു ഡബ്ല്യു പ്ലെയിനും ഉണ്ട്. അപ്പൊ സെഡ് പ്ലെയിനിലെ പോയിന്റുകളെയാണ് നമ്മൾ ഡബ്ല്യു പ്ലെയിനുകളുടെ അകത്തേക്ക് മാപ്പ് ചെയ്യുന്നത്. ആ ഒരു കാര്യം എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പം നിങ്ങൾക്ക് എന്താണോ സെഡ് പ്ലെയിനിൽ കിട്ടുന്നത് അതേ സാധനം തന്നെ നമുക്ക് ഈ ഒരു മാപ്പിംഗ് പ്രകാരം നമുക്ക് ഡബ്ല്യു പ്ലെയിനിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ആ ഒരു ഫംഗ്ഷൻ കൺഫോമൽ ആയിരിക്കും എന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ട്രേസിംഗ് പേപ്പറിൽ എടുത്തിട്ട് വരക്കുന്നില്ലേ, ഒരു സാധനം നമ്മൾ ട്രേസ് ചെയ്തെടുക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുക, ആ ട്രേസിംഗ് പേപ്പർ യൂസ് ചെയ്ത് ചെയ്യുമ്പം ഏതാണോ നമ്മൾ വരക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം അതേ സാധനം തന്നെയാണ് നമ്മൾ ട്രേസിംഗ് പേപ്പറിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ അകത്ത് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ആ ഒരു എന്താ പറയാ ട്രേസിംഗ് പേപ്പറാണ് അവിടെ കൺഫോമൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതേ മീനിങ്ങിൽ നിങ്ങൾ നോക്കിയാൽ മതി, എന്താണ് നമുക്ക് സെഡ് പ്ലെയിനിൽ കിട്ടുന്ന ഏതൊരു സാധനത്തിനെയും എക്സാക്ട് ആയിട്ട് അതിന്റെ ആംഗിളും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പ്രിസർവ് ചെയ്യുന്ന ടൈപ്പിൽ നമുക്ക് ഡബ്ല്യു പ്ലെയിനിലും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മാപ്പിങ്ങിനെ കൺഫോമൽ മാപ്പിംഗ് എന്ന് പറയും. ഇനി നിങ്ങൾക്ക് എന്താ ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലമാറ്റിക്കിനോടല്ലേ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. അപ്പം ഈ ഒരു പോയിന്റുകൾ കൺഫോമൽ ആവുന്ന പോയിന്റുകൾ ഏതാന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് തന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിനെ സീറോനോട് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം സീറോനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ സെഡുകൾ നമുക്ക് ആ ഫംഗ്ഷന്റെ അതായത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് സീറോ കിട്ടുക, ആ പോയിന്റുകളിലൊന്നും നമ്മളെ ഫംഗ്ഷൻ കൺഫോമൽ ആയിരിക്കൂല. മറിച്ച് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു സീറോ ആകുന്ന പോയിന്റുകളാണ് നമ്മളെ ഫംഗ്ഷൻ എന്താവുന്നത്, കൺഫോമൽ ആവുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആയോ?
അശ്നക്ക് ക്ലിയർ ആയോ? ഒന്ന് പറഞ്ഞാട്ടെ. ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വരും എന്തായി സംഭവം എന്നുള്ളത്. നോക്കിയാട്ടെ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? ഫൈൻഡ് ഓൾ പോയിന്റ്സ് അറ്റ് വിച്ച് ദ ഫോളോയിങ് മാപ്സ് ആർ നോട്ട് കൺഫോമൽ. നമുക്ക് താഴെ കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറയുന്നത്? എവിടെയെല്ലാം കൺഫോമൽ ആവാത്ത പോയിന്റ്സുകൾ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് cos z is equal to f of z. f of z എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് cos z ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ cos z തന്നു കഴിഞ്ഞാൽ ഇനി cos zകൾ എവിടെയെല്ലാം കൺഫോമൽ ആവുന്നത്, എവിടെയെല്ലാം കൺഫോമൽ ആവുന്നില്ല എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്തു? നമ്മുടെ ഫംഗ്ഷൻ f of z is equal to cos z എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി കൊടുത്തു. ഇനി ഞാൻ എന്താ പറ്റിട്ടാല് അതിന്റെ ഡെറിവേറ്റീവ് കാണുക. ഡെറിവേറ്റീവ് കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? അതിനെ സീറോനോട് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താ? മൈനസ് സൈൻ സെറ്റ് ആ വരുന്നത്. ഞാനിവിടെ നെഗറ്റീവ് ഇട്ടിട്ടില്ല. മൈനസ് സൈൻ സെറ്റിന് എന്ത് ചെയ്യാം? സീറോനോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പം മൈനസ് സൈൻ സെറ്റ് സീറോനോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാലും സൈൻ സെറ്റ് സീറോനോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈക്വൽ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു സൈൻ സെറ്റിനെ സീറോനോട് അങ്ങ് ഇക്വേറ്റ് ചെയ്യാം. സീറോനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? സൈൻ സെറ്റുകൾ എപ്പോഴൊക്കെയാ സീറോ ആവുന്നത്? സൈൻ സെറ്റുകൾ n പൈകളാകുമ്പോഴാണ് നമ്മൾ സൈൻ സെറ്റുകൾ സീറോ ആയി മാറുന്നത്. അപ്പം സെറ്റ് ഇസ് ഈക്വൽ ടു n പൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? വാല്യൂസ് കിട്ടും. അതായത് സെറ്റുകൾ n പൈകളാകുമ്പോൾ നമ്മളെ ആ ഡെറിവേറ്റീവ് എന്തായി പോകും? സീറോ ആയി പോകും. അതായത് ആ പോയിന്റുകളിൽ ഒന്നും എന്തല്ല, നമുക്ക് തന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺഫോമൽ അല്ല. അതായത് നമ്മുടെ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു കോസ് സെഡ് എന്ന് പറയുന്നത് കൺഫോമൽ എപ്പോഴും മാത്രം അറ്റ് ഓൾ പോയിന്റ്സ് എക്സെപ്റ്റ് സെഡ് ഇസ് ഈക്വൽ ടു എൻ പൈ. സെഡ് ഇസ് ഈക്വൽ ടു എൻ പൈ ഒഴികെ ബാക്കി എല്ലാ പോയിന്റുകളിലും എന്താണ്? നമ്മളെ ആ കോസ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺഫോമൽ ആയിരിക്കും. ക്വസ്റ്റ്യൻ ചെയ്തത് മനസ്സിലായോ എല്ലാവർക്കും? എങ്ങനെയാ കൺഫോമൽ പോയിന്റുകൾ അല്ലാത്ത പോയിന്റുകൾ നോക്കിയെന്ന് മനസ്സിലായോ? ഒന്ന് നിങ്ങൾ നോക്കിയാട്ടെ. ക്ലിയർ ആയിരുന്നു എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. ഒന്നുമില്ല, നമുക്ക് തന്ന ഫംഗ്ഷൻ ആദ്യം എഴുതുക, എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, അതിനെ സീറോനോട് ഇക്വേറ്റ് ചെയ്യുക. സീറോനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ സെറ്റുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മളെ ആ ഫംഗ്ഷൻ എന്തായിട്ട് ത്രൂ ഔട്ട് വാനിഷ് ആയി പോവുക അല്ലെങ്കിൽ സീറോ ആയി പോവുക നോക്കുക. അങ്ങനെയുള്ള ആ പോയിന്റുകളിൽ എന്തായിരിക്കില്ല? നമ്മുടെ ഫംഗ്ഷൻ കൺഫോമൽ ആയിരിക്കില്ല. ബാക്കി നോട്ട് ഈക്വൽ ടു സീറോ ആകുന്ന പോയിന്റുകളിലെല്ലാം എന്തായിരിക്കും? നമ്മുടെ ഫംഗ്ഷൻ കൺഫോമൽ ആയിരിക്കും. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്തത് ക്ലിയർ ആയോ എല്ലാവർക്കും? കൺഫോമൽ മാപ്പിംഗ് എന്നാന്ന് പറഞ്ഞത് കമന്റ് ചെയ്യാത്ത എന്താ? നിങ്ങൾക്ക് ക്ലിയർ ആവായിട്ടാണോ? ബോയ്സ് റെസ്പോണ്ട് ചെയ്യാത്ത കുട്ടികൾക്ക് അറ്റൻഡൻസ് തരൂല കേട്ടോ. നിങ്ങളെ ഈ ഒരു റെസ്പോണ്ട് എല്ലാം നമ്മളെ അസസ്മെന്റിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ എന്താ ഈ മിണ്ടാണ്ട് നിൽക്കുന്നത്? നിങ്ങൾ അവിടെ ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നതിന്റെ നടുക്ക് എന്ത് ചോദിക്കുന്നത്? മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ആ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആന്ന് പറയാനുള്ള ആ ഒരു ഇത് കാണിക്കൂടെ നിങ്ങൾക്ക്? മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാൻ എല്ലാവരും വില്ലിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ ഇനി അടുത്തൊരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് z സ്ക്വയർ പ്ലസ് എ സെഡ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ്. നമുക്ക് തന്ന സെഡ് എന്ന് പറയുന്നത് സെഡ് സ്ക്വയർ പ്ലസ് എ സെഡ് പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇനി നമ്മൾ എങ്ങനെയാ അത് കൺഫോമൽ ആണോ അല്ലയോ നോക്കുക? നിങ്ങൾ നോക്കിയാട്ടെ, നിങ്ങൾ തന്നെ ചെയ്തു നോക്ക്. സെഡ് സ്ക്വയർ പ്ലസ് എ സെഡ് പ്ലസ് ബി എന്ന് പറയുന്നത് ഏതൊക്കെ പോയിന്റുകളാ കൺഫോമൽ അല്ലാത്തതിന്റെ കാര്യം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാട്ടെ വേഗത്തിൽ. ആദ്യം എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് എടുക്കണം, എന്നിട്ട് ആ ഡെറിവേറ്റീവിനെ സീറോനോട് ഇക്വേറ്റ് ചെയ്യണം. അപ്പം ഏതൊക്കെ പോയിന്റുകൾ നമ്മൾ ആ എഫ് ഡാഷിന്റെ അകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് ഫംഗ്ഷൻ ടോട്ടലായിട്ട് സീറോ ആയി പോവുക നോക്കുക. അങ്ങനെയുള്ള പോയിന്റ്സുകളാണ് എന്ത്? കൺഫോമൽ അല്ലാത്ത പോയിന്റ്സ്. ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാട്ടെ വേഗം. സെഡ് സ്ക്വയർ പ്ലസ് എ സെഡ് പ്ലസ് ബി എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് സെഡ് കാണും.
ഏതൊക്കെ പോയിന്റുകളിലാണ് കിട്ടുന്നത്? ഏത് പോയിന്റിലാ കൺഫോമിൽ അല്ലാത്തത് ഒന്ന് പറഞ്ഞാട്ടെ. ഏത് പോയിന്റിൽ? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ. അനുശ്രീ, ഏത് പോയിന്റിലാ കൺഫോമിൽ അല്ലാണ്ട് കിട്ടുന്നത്? ഓക്കെ, -a/2 എന്ന് പറഞ്ഞ ഫോമിൽ. നോക്കിയാട്ടെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതാ, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എങ്ങനെയാ? അതിനെ ജസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു സെഡ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ f' എന്ന് പറയുന്നത് 2z + a കിട്ടും. കാരണം z² എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. z² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2z ആയിരിക്കും. പിന്നെ എന്താ ഉള്ളത്? az ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് a ആയിരിക്കും. അപ്പം 2z + a എന്ന് പറയുന്നത് 0നോട് ഇക്വേറ്റ് ചെയ്യാനാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ 0നോട് ഇക്വേറ്റ് ചെയ്തിട്ട് z വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 2z ലെഫ്റ്റ് ഭാഗത്ത് വെച്ചിട്ട് a റൈറ്റ് ഭാഗത്തേക്ക് കൊണ്ടുപോകും. അപ്പം 2z = -a വരും. അങ്ങനെയാണെങ്കിൽ z എന്ന് പറയുന്നത് -a/2 എന്ന് വരും. അപ്പം z എപ്പോഴാണോ -a/2 ആവുന്നത്, ആ ഒരു പോയിന്റിൽ എന്തല്ല, നമ്മൾ ഈ ഒരു z² + az + b എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ കൺഫോമിൽ അല്ല. ബാക്കി എല്ലാ പോയിന്റിലും എന്താണ്, നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ കൺഫോമിലാണ്. ഇനി അതുപോലെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാട്ടെ. f(z) = e⁻z എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തിട്ട് പറഞ്ഞാട്ടെ, ഏതൊക്കെ പോയിന്റിലാണ് കൺഫോമിൽ അല്ലാത്തത് എന്ന്. വേഗം ഒന്ന് ചെയ്തിട്ട് പറയേ. എല്ലാ പോയിന്റിലും കൺഫോമിലാണോ, അല്ലെങ്കിൽ ഏത് പോയിന്റിലാണ് കൺഫോമിൽ അല്ലാത്തത്, ഇനി ഒറ്റ പോയിന്റിലും കൺഫോമിൽ അല്ലേ എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കിയാട്ടെ വേഗം. എന്ത് ചെയ്താൽ മതി? ഡെറിവേറ്റീവ് എടുക്കുക, 0നോട് ഇക്വേറ്റ് ചെയ്യുക. ഏത് പോയിന്റ് കൊടുക്കുമ്പോഴാണ് ആ ഒരു ഫംഗ്ഷൻ 0 ആയി പോകുന്നത് നോക്കുക. ആ പോയിന്റ് ആണ് എന്ത്? കൺഫോമിൽ അല്ലാത്ത പോയിന്റ്. നിങ്ങൾ ഈ ഓരോരോ പ്രോബ്ലം ചെയ്യുമ്പോഴും എങ്ങനെയാ മെത്തേഡാണ് പഠിക്കേണ്ടത്. അല്ലാണ്ട് ഒരു പ്രോബ്ലം ഈ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാന്നാണ് പഠിക്കേണ്ടത്. അല്ലാണ്ട് എന്താ ബൈഹാർട്ടായിട്ട് പഠിച്ചെടുക്കുകയല്ല വേണ്ടത്. മെത്തേഡാണ് മനസ്സിലാക്കേണ്ടത്. മെത്തേഡ് തന്നു കഴിഞ്ഞാൽ മാത്രമേ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും നമുക്ക് ചെയ്തിട്ട് എന്തായാലും ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം എത്തിക്കാൻ നമുക്ക് മെത്തേഡ് തന്നെ അറിഞ്ഞിരിക്കണം. നല്ലോണം തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് നല്ലോണം മെത്തേഡ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമ്മളെ ആൻസറിലേക്ക് എത്താനും പറ്റും. എന്താ കിട്ടിയത് ആൻസർ? ഏതൊക്കെ പോയിന്റിലാണ് കൺഫോമിൽ ആവുന്നത് ഒന്ന് പറഞ്ഞാട്ടെ. കമന്റ് ചെയ്യും നിങ്ങൾ. കൺഫോമിൽ ആവുന്ന പോയിന്റുകൾ ഏതൊക്കെ? ഒരു പോയിന്റിലും കൺഫോമിൽ ആവുന്നില്ലേ? ആർക്കും കിട്ടീനോ അങ്ങനെ ഒരു പോയിന്റിലും കൺഫോമിൽ ആവാണ്ട്? എല്ലാ പോയിന്റിലും കൺഫോമിൽ ആയിട്ട് ആർക്കെങ്കിലും കിട്ടീനോ? അല്ലെ ഏതെങ്കിലും പോയിന്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും കൺഫോമിൽ ആയിട്ട് ആയിരിക്കും കിട്ടീനോ? ഒന്ന് കമന്റ് ചെയ്യടോ നിങ്ങൾ. എന്താ കിട്ടിയതെന്ന് പറഞ്ഞോ, തെറ്റിയാ കുഴപ്പമില്ല. തെറ്റിയിട്ട് തന്നെയാണ് എല്ലാവരും ശരിയിലേക്ക് എത്തുക. അതുകൊണ്ട് നിങ്ങൾ തെറ്റുന്ന വിചാരിച്ചിട്ട് പേടിക്കണ്ട. ഒന്ന് പറഞ്ഞോ നിങ്ങൾ. ആരോടാ ചോദിക്കേണ്ടത്? അശ്നക്ക് കിട്ടിയോ ഏത് പോയിന്റിലാണ് കൺഫോമിൽ ആവുന്നത് എന്ന്? ഒന്ന് കമന്റ് ചെയ്താട്ടെ, അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ. ക്ലിയർ ആയിനോ? പ്രോബ്ലം ചെയ്തിട്ട് കിട്ടീനോ ഏത് പോയിന്റിലാണ് കൺഫോമിൽ ആവുന്നത്, ഏത് പോയിന്റിലാണ് കൺഫോമിൽ ആവാത്തതെന്ന്? ഒരു പോയിന്റിലും കൺഫോമിൽ ആവുന്നില്ലേ? അങ്ങനെയാണോ കിട്ടിയത്? ഒന്നുകൂടി നമ്മൾ ആ ഡെഫിനേഷൻ ഒന്ന് നോക്കിയാട്ടെ. f'(z)കൾ 0 ആകാത്ത പോയിന്റുകളിലാണ് എന്ത് കൺഫോമിൽ ആവുന്നത്. കൺഫോമിൽ അല്ലാത്ത പോയിന്റ്, നീ ഉദ്ദേശിച്ചത് കൺഫോമിൽ അല്ലാത്ത പോയിന്റ് ആണോ? അശ്ന ഉദ്ദേശിച്ചത് കൺഫോമിൽ അല്ലാണ്ട് ഒരു പോയിന്റിലും ഇല്ലാന്നാണോ ഉദ്ദേശിച്ചത്? ആ ഓക്കെ, അപ്പൊ ശരിയാണ്. ഞാൻ വിചാരിച്ചു കൺഫോമിൽ ആവുന്ന പോയിന്റുകൾ ഒറ്റ ഇല്ലാലോ എന്നാ ഉദ്ദേശിച്ചത്. നിങ്ങൾ നോക്കിയട്ടെ. അപ്പം അശ്ന പറഞ്ഞ കാര്യം ശരിയാണ്. എന്താ, നമ്മളെ ഫംഗ്ഷൻ f(z) = e⁻z ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? f'(z) എന്ന് പറയുന്നത്. e⁻z എന്താ ഇക്വേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെ തൊട്ട്? 0നോട് ഇക്വേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 0നോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ e⁻z = 0 എന്ന് പറയുന്ന ഫോമുല നമുക്ക് കിട്ടുക. അതായത് നമ്മൾ f(z) = e⁻z ആവുന്ന പോയിന്റുകൾ എന്തല്ല,
ഒരിക്കലും സീറോ ആവില്ല. കാരണം ഈ സെഡിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ്, അല്ലാണ്ട് ഒരിക്കലും സീറോ ആയിട്ട് കിട്ടൂല. നെഗറ്റീവും എങ്ങനെയേ കിട്ടൂ, നെഗറ്റീവ് വരുന്നില്ല എന്ന് തോന്നുന്നു, എന്തായാലും സീറോ ആവത്തില്ല. കാരണം എന്താ, നമ്മൾ ജസ്റ്റ് ഈ സെറ്റ് ഇസ് ഈക്വൽ ടു സീറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തേ കിട്ടൂ, നമ്മുടെ ആ ഒരു ഡെറിവേറ്റീവ് നമ്മളെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ടേ മാറൂ. കാരണം e⁻0 വണ്ണുകളാണ്. ഒരിക്കലും നമുക്ക് ഒരു സെഡ് പ്ലെയിനെ e⁻z വെച്ചിട്ട് മാപ്പ് ചെയ്യുമ്പോൾ സീറോ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ എന്താ, നമ്മൾ ഈ ഒരു f(z) e⁻z എന്ന് പറയുന്ന മാപ്പ് എല്ലാ പോയിന്റിലും എന്തായിരിക്കും, കൺഫോമൽ ആയിരിക്കും. ഒരു പോയിന്റ് പോലും കൺഫോമൽ ആവാണ്ടില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. f(z) cos h2z. cos h2z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണേ. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആകുമ്പോൾ അതിന് എന്തില്ല, നെഗറ്റീവ് ഒന്നും വരില്ല. ജസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സൈന് കോസ് ആവും, കോസ് സൈൻ ആവും. ആ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, കോസ് h2z ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സൈൻ h2z ഇൻറ്റു പിന്നെന്താ ഈ 2z ഡെറിവേറ്റീവ് എടുക്കുക, അതെന്താണ് 2. അപ്പൊ നമുക്ക് f'(z) എന്ന് പറയുന്നത് 2 sin h2z എന്ന് കിട്ടും. 2 sin h2z. അതിന് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സീറോനോട് ഇക്വേറ്റ് ചെയ്യാം. സീറോനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇവിടുത്തെ ഈ 2z എപ്പോഴൊക്കെയാണ് സീറോ ആകുന്നത് എന്നാ നോക്കുക. 2z എപ്പോഴാണ് സീറോ ആകുന്നത്, ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് സീറോ ആകുന്നത് n⁻i എന്ന് പറയുന്ന ടേംസിലാണ്. അതായത് 2z എന്ന് പറയുന്നത് n⁻i നമ്മളെ ഈ ഒരു പോയിന്റുകൾ കൺഫോമൽ അല്ലാത്തത്. അതായത് z എന്ന് പറയുന്നത് n⁻i/2കളിലൊന്നും നമ്മൾ ഈ ഫംഗ്ഷൻ എന്താവില്ല, കൺഫോമൽ ആവില്ല. ബാക്കി എല്ലാ പോയിന്റിലും എന്താണ്, നമ്മൾ ഈ ഫംഗ്ഷൻ കൺഫോമൽ ആണ്. ഇപ്പൊ കൺഫോമൽ മാപ്പിംഗ് എന്താ, കൺഫോമൽ മാപ്പിംഗ് കൺഫോമൽ മാപ്പിംഗ് എന്താ, പിന്നെ കൺഫോമൽ ആവുന്ന പോയിന്റ് ഏതാ, അല്ലാത്ത പോയിന്റ് ഏതെല്ലാന്ന് കണ്ടുപിടിക്കാൻ ക്ലിയർ ആയിട്ടില്ല എല്ലാവർക്കും. കൺഫോമൽ മാപ്പിങ്ങിന്റെ എന്താ 2-3 മാപ്പ് തന്നെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഒരു z² പഠിക്കാനുണ്ട്, e⁻z പഠിക്കാനുണ്ട്, പിന്നെ sin z പഠിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് മാപ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കൺഫോമൽ മാപ്പിംഗ് എന്താണെന്ന് മാത്രം അവിടെ പറഞ്ഞിട്ട് പോയത്. പിന്നെയോ നമ്മളെ കൺഫോമാലിറ്റി ആവുന്ന പോയിന്റുകൾ, അല്ലാത്ത പോയിന്റുകൾ, ഇത്രയും കാര്യം ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താട്ടെ എല്ലാവരും. കൺഫോമൽ ആവുന്ന പോയിന്റ്, അല്ലാത്ത പോയിന്റ്, എന്താണ് ഒരു കൺഫോമൽ മാപ്പിംഗ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യേ, ക്ലിയർ ആയതിന് വലിയ ഒന്നില്ല കാര്യം. 12 കുട്ടികളിലേ ഉള്ളത് ക്ലാസ്സിൽ, 4 കുട്ടിക്ക് മാത്രമേ ക്ലിയർ ആയിട്ടില്ലോ? ഇനിയും ഉണ്ടല്ലോ ബോയ്സ് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡൊമിനിക്, അക്ഷയ്, ഷീസ്, വിഷ്ണു, വൈഷ്ണവ്. എല്ലാവർക്കും ക്ലിയർ ആയിനല്ലേ? അപ്പൊ ഒന്ന് നിങ്ങൾ അറ്റൻഡൻസ് പറഞ്ഞാട്ടെ. റോൾ നമ്പർ 1 1 2 3 4 5 6 7 7 ഇല്ല, 8 9 10 10 ഇല്ലേ? 10 ആരാ? ഷാരോൺ ഇല്ല. ഷാരോൺ ഇത്ര നേരം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. 12 വൈഷ്ണവ് ഇല്ല. വൈഷ്ണവ് ഉണ്ടായിരുന്നല്ലോ ഇത്ര നേരം. റേഞ്ച് കട്ടായതാണോ? അവനോട് ഒന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറയേ. ഇപ്പം ഞാൻ ആബ്സെൻ്റ് ആവിടുന്നത്. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഓരോരോ മാപ്പിംഗ് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോബ്ലംസ് ചെക്ക് ചെയ്യുക. ഞാൻ കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഈ മോഡ്യൂൾ കംപ്ലീറ്റ് ആയതിനു ശേഷം അതിനെക്കുറിച്ചുള്ള ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം താങ്ക് യു.